പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ നമ്മൾ വളർത്തുന്ന പൂച്ചയല്ല, അതായത് വീട്ടിൽ നമ്മൾ അറിയാതെ വന്ന് കയറുന്ന പൂച്ചയെക്കുറിച്ചാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള പൂച്ചകൾ നിങ്ങളുടെ വീട്ടിലുണ്ടോ? ഇത് സത്യമായ കാര്യമാണ്. അങ്ങനെയുള്ള ഒരു വീട്ടിലെ പൂച്ചയാണ്. അങ്ങനെ വന്ന് കയറിയ വീട്ടിലെ ഒരു പൂച്ചയെക്കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് പറയാൻ. വീട്ടിൽ പൂച്ച വരുന്നത് ഒട്ടേറെ വിശ്വാസങ്ങളാണ്. പൂച്ചയെ പരിശുദ്ധമായ സ്ഥലത്താണ് കാണുന്നത്. പൂച്ചകൾ അപ്രത്യക്ഷമായി വന്ന് കയറിയാൽ അവിടെ ആത്മീയ ചൈതന്യം നിറഞ്ഞു നിൽക്കും. അതുപോലെ വീടുകളിൽ പോസിറ്റീവ് എനർജി ഉണ്ടാകും. ദുഷ്ടശക്തികളെ അകറ്റി നിർത്താൻ പ്രത്യേക കഴിവുള്ള ഒരു ജീവിയാണ് പൂച്ച. പൂച്ചകളുടെ വരവോടെ കാലങ്ങളായി ചെയ്യാനിരുന്ന കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഓരോ ജീവിക്കും അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. ഓരോ ജീവികളും ഓരോ സൂചനകൾ നമുക്ക് നൽകാറുമുണ്ട്. പൂച്ച സാധാരണയായി വീട്ടിൽ കടന്നു വരാറുണ്ട്. പക്ഷേ വളർത്തുന്ന ജീവി നമ്മൾ വീട്ടിൽ വളർത്തുന്ന പൂച്ചയല്ല കേട്ടോ. പൂച്ചകളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. പൂച്ച നിങ്ങളുടെ വീട്ടിൽ കടന്നു വരുന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സ്ത്രീ ആ വീട്ടിലുണ്ട്. അത് ഉറപ്പാണ്. 100% സത്യമായ കാര്യമാണ്. പൂച്ചകളുടെ സാന്നിധ്യം ഉറപ്പായും ആ വീട്ടിലുണ്ടാകും. നിങ്ങൾക്ക് ഇങ്ങനെ അനുഭവമുണ്ടോ? ജീവിതത്തിൽ പലപ്പോഴും ഒറ്റപ്പെട്ട സ്ത്രീകളാണ്. ഈ വിഷമം പുറമേ കാണിക്കണം എന്നില്ല. ഉള്ളിലുള്ള ആ വിഷമം ഇവർക്ക് ഉണ്ട്. മറ്റുള്ളവർ മനസ്സിലാക്കാത്ത ഒരു വിഷമം ഇവർക്കുണ്ട്. സത്യമല്ല? സ്നേഹം വളരെ ഏറെ നൽകിയിട്ടും ഇത്രയൊക്കെ ആയിരിക്കും ഇവരുടെ ദുഃഖം എന്ന് നമുക്ക് തോന്നും. വീട്ടിൽ പൂച്ച കയറി വരുന്നത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. അതുപോലെ പൂച്ച വന്ന് കയറി ആ വീട്ടിൽ പ്രസവിച്ച് കിടക്കുകയാണെങ്കിൽ ആ വീട്ടിൽ മംഗല്യം ഉണ്ടാകും എന്നുള്ള ഒരു വിശ്വാസവും ഉണ്ട്. അത് പോയിട്ട് ഈ ദുഃഖം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരുടെ മനസ്സ് വല്ലാതെ അങ്ങ് വിഷമിച്ച് തീർച്ചയായും തിരിച്ചടി ഉണ്ടാകും. അതായത് ഈ വിഷമം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീ, ഒറ്റപ്പെട്ട് കിടക്കുന്ന വിഷമം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സ്ത്രീയും വേദനിപ്പിച്ചാൽ മറ്റുള്ളവർക്ക് അതിൻ്റെ തിരിച്ചടി ഉടനെ ഉണ്ടാകും. അത് അവർക്ക് മനസ്സമാധാനം ലഭിക്കുകയില്ല. അത് 100% സത്യമായ കാര്യം. രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. ഈ ഒറ്റപ്പെട്ട് കിടക്കുന്ന സ്ത്രീകളുടെ കാര്യമാണ് പറയുന്നത്. ഇവർ വസിക്കുന്ന വീടുകളിൽ ധനം നിറയും. ഈ പൂച്ച വന്ന് കയറിയാൽ സ്വന്തം ആവശ്യങ്ങൾക്ക് ധനം മതിയാവാതെ വരും. ചെറിയ പ്രയാസങ്ങൾ ഇവർ അനുഭവിക്കുന്നവരാണ്. ഇവരുടെ ദുഃഖം കണ്ട് പലരും ഇവരെ സഹായിക്കാൻ മുന്നോട്ട് വരും. പല വഴികളിൽ പണം വരും. ഇവർ ആ വീടിൻ്റെ ലക്ഷ്മി ദേവിയായി മാറുന്നത്. അത്ര അനുകൂലമായ നേട്ടങ്ങൾ സാധിച്ച് എന്ന് വരാം. ഇവർ പടിയിറങ്ങിപ്പോയാൽ, അതായത് ഈ പൂച്ച വന്ന് കയറുന്ന ഒറ്റപ്പെട്ട് കഴിയുന്ന വീട്ടിലെ ആ സ്ത്രീയുടെ കാര്യമാണ് പറയുന്നത്. സ്ത്രീകളെ വിഷമിക്കുന്നത് ശുഭകരമായ കാര്യമല്ല. ഇവരുടെ കൈകളിൽ നിന്ന് 1-2 വഴികളിൽ നിന്ന് പണം എത്തുന്നുണ്ട്. ആവശ്യമായ പണം ഇവരുടെ കയ്യിൽ വന്നു ചേരും. പ്രതീക്ഷിക്കാത്ത സഹായങ്ങളാകാം, അല്ലെങ്കിൽ അപ്രത്യക്ഷമായി ലഭിക്കുകയോ ചെയ്യും. ചില സമയത്ത് ഇവർക്ക് 1 രൂപ പോലും കയ്യിലെടുക്കാൻ സാധിക്കുകയില്ല. അമിതമായ സന്തോഷം വളരെയധികം ആപത്തുണ്ടാക്കും എന്ന് വിശ്വസിക്കുന്നവരാണ് ഈ സ്ത്രീകൾ. വളരെ പോസിറ്റീവ് എനർജി ഉണ്ടാകുന്നവരാണ്. മറ്റുള്ളവർക്ക് ആ വിശ്വാസം നൽകുന്നവരുമാണ്. വളരെയധികം കാര്യപ്രാപ്തിയുള്ള വ്യക്തികളായിരിക്കും ഈ സ്ത്രീകൾ. ഈ സ്ത്രീകൾ മറ്റുള്ളവരെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യും. കഴിവ് ഇവർക്കുണ്ട്. ഏതെങ്കിലും ഒരു സങ്കടം മനസ്സിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നവരാണ് ഇവർ. പുറമേ ചിരിച്ച് നടക്കുന്നവരായിരിക്കും, പക്ഷെ ഉള്ളിൽ വലിയൊരു വിഷമം കൊണ്ടാണ് നടക്കുന്നത് എന്നത് 100% സത്യമായ കാര്യമാണ്. ഇങ്ങനെയുള്ള ലക്ഷണങ്ങളാണ് ഒരു പൂച്ച നമ്മുടെ വീട്ടിൽ നമ്മളറിയാതെ കയറി വന്നാൽ സംഭവിക്കുന്നത്. ഇങ്ങനെ ഒരു അനുഭവം നിങ്ങൾക്കുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതുക. അപ്പോൾ അങ്ങനെ വന്ന് കയറിയ ഒരു പൂച്ചയുടെ വീഡിയോ ആണ് നിങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക. ഇതിൽ പറയുന്ന കാര്യങ്ങൾ വല്ലതും സത്യമാണോ? പക്ഷെ ഞാനിതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അത്രയും 100% സത്യമായ കാര്യമാണ്. അവർ പറഞ്ഞറിവുള്ള കേട്ടറിവും ആണ്. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ വരാം.
അപ്പോൾ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു.